ഡൽഹിയിലെ വായു മലിനീകരണം കുറയ്ക്കാൻ കൃത്രിമ മഴ പെയ്യും. ആദ്യ പരീക്ഷണം ഇന്നലെ വിജയകരമായി പൂർത്തിയാക്കി. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അജീഷ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഡൽഹിയിൽ കുറേ ദിവസമായിട്ട് ഡൽഹി സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ ക്ലൗഡ് സീഡിംഗ്, കൃത്രിമ മഴ ഉടൻ പെയ്യിക്കും എന്നുള്ള കാര്യം. പക്ഷേ ദീപാവലിക്ക് ശേഷം വായു മലിനീകരണം വളരെ മോശമായ സാഹചര്യത്തിൽ തുടരുന്ന സാഹചര്യത്തിൽ ഈ ക്ലൗഡ് സീഡിംഗ് എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ മഴമേഘങ്ങൾ ഈ ഡൽഹിയുടെ അന്തരീക്ഷത്തിന് മുകളിൽ കൂടുന്നില്ല, രൂപപ്പെടുന്നില്ല എന്നായിരുന്നു ആ ഡൽഹി പരിസ്ഥിതി മന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷണം ഈ ഡൽഹിയിൽ നടന്നിരുന്നു. അത് ഡൽഹിയുടെ ഈ ക്ലൗഡ് സീഡിങ്ങിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പരീക്ഷണ പറക്കലായിരുന്നു. ഈ ക്ലൗഡ് സീഡിംഗ് എങ്ങനെ നടപ്പിലാക്കണം എന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. IIT കാൺപൂരിന്റെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷണം നടത്തിയത്. അത് വിജയകരമായി പൂർത്തിയാക്കിയതായി മന്ത്രി തന്നെയാണ് അറിയിച്ചത്. ഇനി ഒക്ടോബർ 28, 29, 30 ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെ അന്തരീക്ഷത്തിന് മുകളിൽ ഈ മഴമേഘങ്ങൾ രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് കാലാവസ്ഥ വകുപ്പും ഡൽഹി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഈ ക്ലൗഡ് സീഡിംഗ് നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഡൽഹിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു ക്ലൗഡ് സീഡിങ്ങിലൂടെ ഡൽഹിയിൽ ഈ മഴ പെയ്യിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് സർക്കാരുള്ളത്. അതുവഴി ഈ മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കാനാകുമെന്നാണ് കരുതുന്നത്. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.